തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം, കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ, കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം. എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. കൽപ്പക വെഡിംഗ് കുന്നംകുളം, കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. അമ്മയുടെ സ്നേഹത്തിൽ വളർന്ന സ്വപ്നം ഇന്നവളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈമാറുന്നു. ഓരോ ബന്ധത്തിനും ഓരോ പൊന്നിൻ ഓർമ്മകൾ. TPR Gold and Diamonds, Thripprayar and Thrissur. In life, there's always a choice. To follow the path everyone takes, or to make a bold move. When you hold a bold machine, every move becomes fearless. Honda Elevated Venture Edition. It's a bold move. ആരംഭിച്ച സാമ്പത്തിക മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് RBIയുടെ കീഴിലുള്ള NBFC. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ്. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിലും ബിസിനസ് സ്വപ്നങ്ങളിലും നിങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. കൂടാതെ കുറഞ്ഞ പലിശയോടെ കൂടുതൽ മൂല്യത്തിൽ ഗോൾഡ് ലോണിനും ഇനി ഒറ്റ ഉത്തരം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർഡ് റോഡ്, പൂങ്കുന്നം, തൃശൂർ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് എയർ സ്പാ ചെയ്താലും ഡീറ്റാൻ ബാക്ക് ഫ്രീ. കൂടാതെ
പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും റിട്ടേൺ ബാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. പൂരങ്ങളുടെ പൂരത്തിൻ്റെ കൊടിയേറ്റമായിരിക്കുന്നു. 8 ഘടകക്ഷേത്രങ്ങളിലും പ്രധാന പൂരപ്പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന തൃശ്ശൂർ പൂരത്തിന്, പൂരങ്ങളുടെ പൂരത്തിന്, എല്ലാ പൂരങ്ങളുടെയും അധിപനായ പൂരത്തിന്, ആ പൂരത്തിന് കൊടിയേറ്റമാവുകയാണ്. പൂരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാനാകും. 11 മണിക്ക് ശേഷം ആദ്യം തിരുവമ്പാടിയിലും പിന്നീട് പാറമേക്കാവിലും ദേശക്കാർ ആലിലയും മാവിലയും ചേർത്ത് കെട്ടിയ ചെത്തിയൊരുക്കിയ കവുങ്ങ് ആർപ്പുവിളികളോടെ, ആരവത്തോടെ മാനത്തേക്കുയർത്തി തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരമറിയിക്കും. 10 പൂരപ്പങ്കാളികളിൽ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെ കൊടിയേറി. അയ്യന്തോൾ ക്ഷേത്രത്തിൽ അല്പസമയത്തിനകം കൊടിയേറും. ചെമ്പൂക്കാവ്, കണിമംഗലം, പൂക്കാട്ടിക്കര, പനമുക്കുംപള്ളി, നെയ്തലക്കാവ്, ചൂരക്കോട്ടുകാവ് എന്നീ ശാസ്താദേവി ക്ഷേത്രങ്ങളിലും വൈകുന്നേരം കൊടിയേറ്റം. ഇന്ന് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ കൊടിയേറുന്നതോടുകൂടി പൂരം അതിൻ്റെ എല്ലാവിധ ആരവങ്ങളിലേക്കും നീങ്ങുകയായി. തേക്കിൻകാട് മൈതാനിയിലും തൃശ്ശൂർ നഗരത്തിൻ്റെ ഓരോ നാട്ടിട വഴികളിൽ പോലും ഇനി ആനച്ചങ്ങലക്കിലുക്കവും പറയെടുപ്പിൻ്റെ മേളവുമായിരിക്കും. ലോകം മുഴുവൻ പൂരപ്രേമികളെല്ലാം, ആനപ്രേമികളെല്ലാം, വെടിക്കെട്ട് പ്രേമികളെല്ലാം തൃശ്ശൂർ നഗരത്തിലേക്ക്, എല്ലാ വഴികളെയും തൃശ്ശൂരിലേക്ക് എന്ന ആ വാക്ക് അന്വർത്ഥമാക്കും വിധം എല്ലാ വഴികളിലൂടെയും പൂരപ്രേമികൾ തൃശ്ശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തും. ഇനി അങ്ങോട്ട് ആവേശത്തിൻ്റെ നാളുകളെന്ന് പറയാനുള്ള ദിവസങ്ങൾ പോലുമില്ല, മണിക്കൂറുകളാണ്. കാരണം ഇന്ന് 20-ന് കൊടിയേറ്റം. ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെ ചടങ്ങുകളിലേക്ക് നീങ്ങുകയായി. ഇന്നു മുതൽ ദേശദേശാന്തരങ്ങളിൽ പറയെടുപ്പ്, മറ്റു ദിവസങ്ങളിൽ ഓരോ ചടങ്ങുകളായി. 24-ന് സാമ്പിൾ വെടിക്കെട്ട്, 25-ന് തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങ്, നെയ്തലക്കാവിലം എഴുന്നള്ളിയുള്ള ആ ഒരു മിനി പൂരം തന്നെയുള്ള തെക്കേ ഗോപുര നട തുറക്കൽ. 26-ന് രാവിലെ പൂരം ആരംഭിച്ച് 27 ഉച്ചയ്ക്ക് ശേഷം ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞ് പിരിയാൻ ഈ ദിവസങ്ങളെല്ലാം ഇനി മണിക്കൂറുകൾ പോലെ, മിനിറ്റുകൾ പോലെ ഓടിപ്പോകും. അതാണ് ആ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. ആ പൂരം വെളിപ്പാടകലെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാറമേക്കാവിലെയും തിരുവമ്പാടിയിലെയും ദൃശ്യങ്ങൾ നമുക്ക് മാറി മാറി കാണാനാകും. 10 പൂരപ്പങ്കാളികളിൽ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെ കൊടിയേറ്റം. അയ്യന്തോളിൽ അല്പസമയത്തിനകം കൊടിയേറുന്നു. മറ്റ് ശാസ്താ ദേവി ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം വൈകുന്നേരം നടക്കും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും ആചാരപ്രകാരം തന്നെ കൊടിയേറ്റാനുള്ള കവുങ്ങ് ചെത്തി മിനുക്കി ആലിലയും മാവിലിയും കെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ട്. ദേശക്കാർ ചേർന്ന് ആർപ്പുവിളികൾ ആരവമായി
അമ്മേ ദേവി വിളികളോടെ പൂരത്തിൻ്റെ ആരവമായി എന്ന കുരവയിടലോടെ ഈ കൊടിമരം മുകളിലേക്ക് ഉയരുമ്പോൾ പിന്നെ അങ്ങോട്ട് പൂരാവേശത്തിലാണ്. ഈ തൃശ്ശൂർ നഗരത്തെ തൃശ്ശൂരാക്കി മാറ്റിയ, ഈ തൃശ്ശൂർ നഗരത്തെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാക്കി മാറ്റിയ ഈ പൂരങ്ങളുടെ പൂരം ശക്തൻ തമ്പുരാൻ പൂരം വിഭാവനം ചെയ്തപ്പോൾ പോലും ഇത്രയേറെ ഈ പൂരം തൃശ്ശൂർ നഗരത്തിൻ്റെ വളർച്ചയ്ക്കും തൃശ്ശൂർ നഗരത്തിൻ്റെ പെരുമയ്ക്കും ഇടയാക്കുമെന്ന് കരുതി കാണില്ല. അത്രയേറെ ആവേശമുയർത്തുന്ന തൃശ്ശൂർ പൂരമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. തിരുവമ്പാടിയിലെയും പാറമേക്കാവിലെയും ദൃശ്യങ്ങൾ മുഴുവനായും പ്രേക്ഷകർക്ക് പകർന്നു നൽകുമ്പോൾ പാറമേക്കാവിൽ നിന്ന് അതിഗംഭീരമായൊരു മേളം കൂടി നമുക്ക് കാണാൻ സാധിക്കും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പാറമേക്കാവിലമ്മ 5 ആനകളുടെ അകമ്പടിയോടെ, കൊടിയേറ്റം കഴിഞ്ഞാൽ 5 ആനകളുടെ അകമ്പടിയോടെ പുറത്തേക്കിറങ്ങും. തുടർന്ന് എലിഞ്ഞിത്തറ മേളത്തോട് തൃശ്ശൂർ പൂരത്തിലെ പാറമേക്കാവിൻ്റെ പാണ്ടിമേളത്തോട് കിടപിടിക്കാവുന്ന അതിഗംഭീരമായ ഒരു പാണ്ടിമേള പ്രകടനം പാറമേക്കാവിൽ നിന്ന് കാണാം. ഒരു ചെറിയ രീതിയിലുള്ള തിരുവമ്പാടിയിലേതാണെങ്കിൽ 101 വെടിക്കെട്ടും പാറമേക്കാവും ചെറിയ രീതിയിലുള്ള വെടിക്കെട്ടുമായുള്ള ആ ആവേശകരമായ കാഴ്ച. അതെ, ഇപ്പോൾ നമുക്ക് തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റാനുള്ള കൊടിമരം ചെത്തിമിനുക്കിയ കവുങ്ങിൽ ആലിലയും മാവിലയും ചേർത്ത് കെട്ടി ഒരുക്കുകയാണ്. ദേശക്കാർ എത്തിയിട്ടുണ്ട്, പൂരപ്രേമികളുണ്ട്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഭക്തരുണ്ട്. ഇവരെല്ലാം സാക്ഷിയാക്കി കൊടിയേറ്റാൻ ഇനി കാത്തിരിപ്പ് ഏറെയില്ല. പാറമേക്കാവിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ തുടരുകയാണ്. തിരുവമ്പാടിയിൽ നിന്നുള്ള ദൃശ്യം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇന്നലെ ആരവത്തോടെ കൊണ്ടുവന്ന ആ കൊടിമരം ഒരുക്കുന്നതിനൊപ്പം തന്നെ മറ്റു ദൃശ്യം കാണുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അനുസ്യൂതമെത്തും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊടിയേറി കഴിഞ്ഞാൽ പാറമേക്കാവിലമ്മ 5 ആനകളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രം ഗോപുരത്തിന് പുറത്തെത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിമനോഹരമായ പാണ്ടിമേളത്തിന് ദൃശ്യങ്ങൾ ഈ കണ്ണുകളിലൂടെ, ഈ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ പകർന്നു നൽകുന്നു. ആ ദൃശ്യത്തിൻ്റെ തുടക്കം മാത്രമാണിത്. ആ ദൃശ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള ദൃശ്യം. ഇപ്പോൾ കാണുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിനകത്ത് നിന്നുള്ള ദൃശ്യം. തിരുവമ്പാടിയിലും അതിഗംഭീരമായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം കാത്തിരിപ്പുണ്ട്. അതിനുശേഷമാണ് ആദ്യം തിരുവമ്പാടിയിലും പിന്നീട് പാറമേക്കാവിലും കൊടിയേറ്റം. നമുക്ക് വേഗം മടങ്ങി വരാം ഒരു ചെറിയ ഇടവേള. തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ. കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ.
കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. അമ്മയുടെ സ്നേഹത്തിൽ വളർന്ന സ്വപ്നം ഇന്നകളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈമാറുന്നു. ഓരോ ബന്ധത്തിനും ഓരോ പൊന്നിൻ ഓർമ്മകൾ. TPR Golden Diamonds, Three Prayar and Thrissur. In life, there's always a choice. To follow the path everyone takes, or to make a bold move. When you hold a bold machine, every move becomes fearless. Honda Elevated Venture Edition. It's a bold move. ആയിരത്തി 1996 ആരംഭിച്ച സാമ്പത്തിക മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് RBIയുടെ കീഴിലുള്ള NBFC. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ്. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിലും ബിസിനസ് സ്വപ്നങ്ങളിലും നിങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. കൂടാതെ കുറഞ്ഞ പലിശയോടെ കൂടുതൽ മൂല്യത്തിൽ ഗോൾഡ് ലോണിനും ഇനി ഒറ്റ ഉത്തരം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർട്ട് റോഡ്, പൂങ്കുന്നം, തൃശൂർ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. The Taste Factory. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. Your complete style partner. ഇനി വെറും പെഡിക്യൂർ അല്ല, സുകുമാരീസിന്റെ ടാൻ ക്ലിയർ പെഡിക്യൂർ. Sukumaris, your complete style partner. സലൂൺ ഏതായാലും ഹെയർ ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് സുകുമാരീസ് തന്നെ. Sukumaris, your complete style partner. തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ,
ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. തിരുവമ്പാടി ഉണ്ണിക്കണ്ണന്റെ തിടമ്പുമായി തിരുവമ്പാടി ക്ഷേത്രത്തിലുള്ള നിത്യ പൂജാ ചടങ്ങുകൾ നടക്കുകയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ തിരുവമ്പാടി ഉണ്ണിക്കണ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. തൊട്ടപ്പുറത്ത് തിരുവമ്പാടി ഭഗവതി. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് തിരുവമ്പാടി ഭഗവതിയാണ്. പാറമേക്കാവിലാണെങ്കിലും ഭഗവതിയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരാണ് പ്രധാന പൂര പങ്കാളികൾ. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉണ്ണിക്കണ്ണൻ്റെ ഗോളകയോടുകൂടിയ കോലവുമായാണ് തിരുവമ്പാടി ഭഗവതി പൂരത്തിന് എഴുന്നള്ളുക. അതായത് ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യം കൂടി തൃശ്ശൂർ പൂരത്തിനുണ്ടാകുമെന്നർത്ഥം. ആ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇപ്പോൾ തിരക്ക് ഏറിയിരിക്കുന്നു. നമ്മൾ 10:30 ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇത്രയേറെ തിരക്കുണ്ടായിരുന്നില്ല. ദേശക്കാർ വരുന്നു, തട്ടകക്കാർ, പൂരപ്രേമികൾ, അതുപോലെ തന്നെ തിരുവമ്പാടി ഭഗവതിയെ കൊടിയേറിയതിന് ശേഷം ആനയിച്ച് ബ്രഹ്മസ്വം മഠത്തിലേക്ക് ആറാട്ടിന് കൊണ്ടുപോകാനുള്ളവർ. തിരുവമ്പാടിയിലും പാറമേക്കാവിലും മറ്റൊരു പ്രത്യേകതയുണ്ട്. തിരുവമ്പാടിയിൽ കൊടിയേറി കഴിഞ്ഞാൽ അതേസമയം തന്നെ ആറാട്ടിന് എഴുന്നള്ളുക പതിയില്ല. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ആറാട്ടിന് എഴുന്നള്ളുക. ബ്രഹ്മസ്വം മഠത്തിലെ നടുവിൽ മഠത്തിലെ ചിറയിൽ ആറാട്ടിനെത്തും. എന്നാൽ നേരെ മറിച്ച് പാറമേക്കാവിൽ അങ്ങനെയല്ല. പാറമേക്കാവിൽ കൊടിയേറി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാറമേക്കാവിലമ്മ 5 ആനകളുടെ അകമ്പടിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളും. അതിഗംഭീരമായ പാണ്ഡിമേളമുണ്ടാകും. ആ പാണ്ഡിമേളത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് TCV എത്തിക്കും. ഈ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പുമായി ഈ 5 ആനകളുമായി തന്നെ പാറമേക്കാവിലമ്മ കിഴക്കേ ഗോപുരനടയിലൂടെ, വടക്കുന്നാഥ ക്ഷേത്രത്തിന് കിഴക്കേ ഗോപുരനടയിലൂടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെത്തും. അവിടെയുള്ള കൊക്കർണിയിലാണ് ആറാട്ട്. തുടർന്ന് പാറമേക്കാവിലമ്മ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. ഈ സമയത്ത് ഒരു ചെറിയ വെടിക്കെട്ടുണ്ടാകും. വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടോ പൂരം വെടിക്കെട്ടോ പോലെയല്ല, ഒരു ചെറിയ വെടിക്കെട്ട്, 101 എണ്ണം എന്ന് വേണമെങ്കിൽ പറയാം. അത് തിരുവമ്പാടിക്കും ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഈ പൂരത്തിൻ്റെ വെടിക്കെട്ടിനായാലും മേളത്തിനായാലും ആനച്ചന്തത്തിനായാലും എല്ലാം കാത്തിരിക്കുകയാണ് ആളുകൾ. ഇത് പൂരം ആണ് എല്ലായിടത്തും വിശേഷമെങ്കിൽ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് പൂരം മാത്രമല്ല, പൂരച്ചമയവും വിശേഷമാണ്, കൊടിയേറ്റവും വിശേഷമാണ്, തെക്കേ ഗോപുരം തുറക്കുന്നതും വിശേഷമാണ്. എല്ലാം വിശേഷമായിരിക്കുന്ന തൃശ്ശൂർ പൂരം. അതുകൊണ്ട് തന്നെ പൂരങ്ങളുടെ പൂരമാകുന്നു. ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തിരുവമ്പാടി ലക്ഷ്മിയാണെന്ന് തോന്നുന്നു. ആ തിരുവമ്പാടിയുടെ സ്വന്തം ലക്ഷ്മി പിടിയാനയുടെ പുറത്തേറിക്കൊണ്ട് തിരുവമ്പാടി ഉണ്ണിക്കണ്ണൻ്റെ എഴുന്നള്ളത്താണ്. അവിടെ നിത്യ ശിവേലിയുണ്ട്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, ചടങ്ങുകളെല്ലാം ഏറെ വ്യത്യാസമുള്ളതാണ്. ഏകദേശം ഗുരുവായൂർ ക്ഷേത്രത്തിലേത് സമാനമായതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്കറിയാം ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അത് രാവിലെ 3 മണി മുതൽ രാത്രി വരെയുള്ള ചടങ്ങുകളെല്ലാം ഗുരുവായൂരിൽ അറിയാം. ഏകദേശം ഇതുമായി സാമ്യമുണ്ട് തിരുവമ്പാടിയിലും എന്നാണ് പറയുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ ശിവയിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ പിന്നെ ഭഗവതിക്ക് കൊടിയേറ്റുകയാണ്. ഭഗവതിയുടെ നേരെ മുന്നിലായി ചെറിയ കുഴിയെടുത്തിട്ടുണ്ട്. ദേശത്തെ ആശാരിമാർ വന്ന് ഭൂമി പൂജ നടത്തി തേങ്ങ ഉടച്ച് ലക്ഷണം പറഞ്ഞ് പിന്നീട് നാട്ടുകാർ ചേർന്നുകൊണ്ട് ആലിലിയും മാവിലിയും ചേർത്ത് കെട്ടിയ ആ കൊടിമരം മുകളിലേക്ക് ഉയർത്തും. തിരുവമ്പാടി വിഭാഗം ക്ഷേത്രത്തിൽ കൊടി ഉയർത്തുന്നതോടൊപ്പം തന്നെ നായ്ക്കനാലിലും നടുവിലാലിലും കൊടിയുയർത്തുക പതിവുണ്ട്. നായ്ക്കനാലിലെ കൊടിയുയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില കഥകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. കാരണം നായ്ക്കനാലിലെ ഏറെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമുത്തശ്ശി, അത് പഴക്കം മൂലം അത് മുറിച്ചു കളയേണ്ടി വന്നു. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച ഒരു ആൽമര തൈയാണ് ഇപ്പോഴുള്ളത്. അതിലും കൊടിയേറ്റും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറി കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് മുന്നിലെ പാലമരക്കൊമ്പിലും മണികണ്ഠനാലിലും കൊടിയേറ്റുക പതിവുണ്ട്. കാത്തിരിപ്പാണ്, കാരണം പൂരമാണ്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൂരങ്ങളുടെ പൂരം ആസ്വദിക്കാൻ എത്തുന്നവർ പലർക്കും പലതാണ് പൂരം. ചിലർക്ക് ചമയ പ്രദർശനമാണ്, ചിലർക്ക് ആനച്ചന്തമാണ്, ചിലർക്ക് വെടിക്കെട്ടാണ്, ചിലർക്ക് മേളമാണ്, ചിലർക്കെല്ലാം കൂടിയുള്ള ഒരു ആരവമാണ്. ഈ പൂരത്തിൻ്റെ ലോകപ്രസിദ്ധമായ പൂരത്തിൽ ഒരു തുള്ളിയായി അലിയുക എന്ന ഒരു ചിന്ത പോലും, അത്തരം ഒരു ചിന്തയും അത്തരം സ്വപ്നങ്ങളുമെല്ലാം നെഞ്ചിലേറ്റുകൊണ്ടുള്ള ഒരുപാട് പ്രവാസികളെ നമുക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവരെല്ലാം പൂരത്തിന് വന്ന് ആ കാഴ്ച, ആ ചിന്ത, ആ സ്വപ്നമെല്ലാം നെഞ്ചിൽ പകർത്തി, കണ്ണിൽ പകർത്തി, കാതിൽ പകർത്തി മടങ്ങും അടുത്ത വർഷത്തെ പൂരം വരെയുള്ള ആവേശത്തിനായി. ഇപ്പോൾ നമ്മളും കാത്തിരിക്കുകയാണ്. സമയം 11 ഏറെ വൈകാതെ കൊടിയേറ്റത്തിനുള്ള ഒരുക്കങ്ങൾ തുടരുകയും ചെയ്യും. നമുക്കറിയാം പൂരത്തിന്
വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഏറെയുണ്ട്. ആ വിശേഷങ്ങളെല്ലാം നമ്മൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടിരിക്കും. കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചമയ പ്രദർശനം കാണേണ്ടതുണ്ട്, സാമ്പിൾ വെടിക്കെട്ട് കാണേണ്ടതുണ്ട്, പൂരത്തലേന്നുള്ള നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്തുമായുള്ള തെക്കേ ഗോപുരനട തുറക്കൽ കാണേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്കായുള്ള കാത്തിരിപ്പാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്. ഇപ്പോൾ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരുക്കങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് പാറമേക്കാവ് കണ്ടുവരാം. പാറമേക്കാവ് ക്ഷേത്രത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാം. പാറമേക്കാവിലെ ഗോപുരത്തിന് മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ക്ഷേത്രത്തിൽ ഗോപുരത്തിന് മുന്നിലേക്കാണ് അഞ്ചാനകളുടെ അകമ്പടിയോടുകൂടി പാറമേക്കാവിലമ്മ എഴുന്നള്ളുക. ഇവിടെയാണ് പാണ്ഡിമേളം ഉണ്ടാവുക. ഇപ്പോൾ ക്ഷേത്രത്തിനകത്തു നിന്നുള്ള ദൃശ്യം. ഇവിടെയും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലും കൊടിമരം ആർപ്പ് വിളികളോടെ ആകാശത്തേക്ക് ഉയരാൻ ഇനി ഏറെ സമയമില്ല. ഇപ്പോൾ 11 മണി, ഏകദേശം 12 മണിയോടുകൂടി പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊടിയേറി കഴിഞ്ഞാൽ പിന്നീട് മേളമാണ്. മേളത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ടായിരിക്കും. കാത്തിരുന്ന് കാണാൻ നമുക്ക്. അതിഗംഭീരമായ മേളമായിരിക്കും. ആ മേളത്തിൽ നമുക്കും ഒന്ന് നനയാം. നല്ല ചൂടാണ്. ആ ചൂടിൽ ആ ഒരു മേളത്തിൻ്റെ മഴ നനഞ്ഞ് ഒന്ന് കുളിർന്ന് പോയാൽ പിന്നീട് അങ്ങോട്ട് ഗംഭീരമായ മേളങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. പഞ്ചവാദ്യമുണ്ട്, മടത്തിൽ വരവുണ്ട്, ഇലഞ്ഞിത്തറ മേളമുണ്ട്, തിരുവമ്പാടിയുടെ പാണ്ഡ്യമേളമുണ്ട്, ഘടകപൂരങ്ങളുടെ ഓരോ വ്യത്യസ്തമായ മേളങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് നനയേണ്ടിയിരിക്കുന്നു. നനയണം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നല്ല ചൂടാണ്. 38 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചൂടുണ്ട്. കൊടിയേറ്റത്തിനായാലും പൂരത്തിനായാലും എത്തുന്നവർ ഒന്ന് കരുതിയിരിക്കുക. ജില്ലാ ഭരണകൂടം അത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക, ഒരു കുട കയ്യിൽ കരുതുക, തണൽ ഉള്ള പ്രദേശത്ത് നിന്ന് പൂരം കാണുക. ഇപ്പോൾ ചെറിയ കൊണ്ടു നടക്കാവുന്ന ചെറിയ ഫാനുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ വിപണിയിൽ തരംഗമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂരം ഫാൻ എന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ തൊപ്പിയിലും ഫാനുണ്ട്. ഈ തൊപ്പിയിൽ ഫാൻ വെച്ചും ധാരാളം പേർ വരും. പൂരത്തിന് കാണേണ്ട കാഴ്ചകളെല്ലാം ഇത്തവണ കാണാൻ. കാരണം നല്ല പൊള്ളുന്ന വെയിലാണ്. സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട്. കരുതലോടെ വരിക. ഒപ്പം തന്നെ സുരക്ഷയും ശക്തമാണ്. തൃശ്ശൂരിൽ നിന്നുള്ള പോലീസിൽ നിന്ന് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള ക്യൂ ബ്രാഞ്ച് ഉൾപ്പെടെ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പൂരമാണ്. പ്രത്യേക സുരക്ഷ വേണ്ട പൂരമാണ്. ഒപ്പം തന്നെ പലയിടത്തു നിന്നും ക്രിമിനലുകൾ പോക്കറ്റടിക്കാർ വരും എന്നുള്ളതുകൊണ്ട് വലിയ സുരക്ഷയോടുകൂടി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അടുത്ത ദിവസം TCV സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ച് പങ്കുവയ്ക്കും. ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നു. അവിടെ പാറമേക്കാവും തിരുവമ്പാടിയും മാറി മാറി ദൃശ്യങ്ങൾ നമുക്കായി പകർത്തിത്തരുന്ന വലിയ ക്യാമറ സംഘമുണ്ട്. 8ഉം 10ഉം പേരടങ്ങിയ സംഘമാണ് അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തി നമുക്കായി പങ്കുവയ്ക്കുന്നത്. തിരുവമ്പാടി ലക്ഷ്മിത പോകുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിനകത്തുള്ള ദൃശ്യം. അധികം വൈകാതെ ഇവിടെ നിന്ന് ആരവമുയരും. കണ്ടോ, ആ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ. തിരുവമ്പാടിയിലും പാറമേക്കാവിലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിനകത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഇടത്ത് അവിടെ കുഴിയെടുത്തിട്ടുണ്ട്. അവിടെയാണ് കൊടിമരം ഇറക്കി വയ്ക്കാൻ പോകുന്നത്. അവിടെയാണ് പൂജ നടക്കാൻ പോകുന്നത്. ദേശക്കാരെല്ലാം വന്നിരിക്കുന്നു. പൂരപ്രേമികളുണ്ട്. ഇപ്പോൾ ആ ശിവേലി എഴുന്നള്ളത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി അങ്ങോട്ട് ആ പൂരം കാണാനുള്ള, ആ കൊടിയേറ്റം കാണാനുള്ള കാത്തിരിപ്പാണ്. നമുക്കും കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ ദൃശ്യങ്ങളെല്ലാം നമ്മളിലേക്ക് പങ്കുവയ്ക്കുന്നവർ, ഒപ്പം തന്നെ ഇവിടെ നിന്ന് എല്ലാം ക്രോഡീകരിച്ച് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നവർ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയി മടങ്ങി വരാം എന്നാണ് കരുതുന്നത്. നമുക്ക് വേഗം ആ ആവേശത്തിലേക്ക്, ആ ആരവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ ഇടവേള എടുത്ത് വേഗം മടങ്ങി വരാം. തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം.
KSFE ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എഡ്യു യൂണിവേഴ്സ് 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. പോസ് ഫോർ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ, കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. അമ്മയുടെ സ്നേഹത്തിൽ വളർന്ന സ്വപ്നം ഇന്നവളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈമാറുന്നു. ഓരോ ബന്ധത്തിനും ഓരോ പൊന്നിൻ ഓർമ്മകൾ. TPR Golden Diamonds, 3 Prayar and Thrissur. In life, there's always a choice. To follow the path everyone takes, or to make a bold move. When you hold a bold machine, every move becomes fearless. Honda Elevated Venture Edition. It's a bold move. ആരംഭിച്ച സാമ്പത്തിക മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് RBIയുടെ കീഴിലുള്ള NBFC. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ്. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിലും ബിസിനസ് സ്വപ്നങ്ങളിലും നിങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. കൂടാതെ കുറഞ്ഞ പലിശയോടെ കൂടുതൽ മൂല്യത്തിൽ ഗോൾഡ് ലോണിനും ഇനി ഒറ്റ ഉത്തരം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർട്ട് റോഡ്, പൂങ്കുന്നം, തൃശൂർ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE ഈ നാടിന്റെ ധൈര്യം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE ഈ നാടിന്റെ ധൈര്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക.
വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. തിരുവമ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കാത്തിരിപ്പാണ്. ഏറെ വൈകാതെ തിരുവമ്പാടിയിൽ ആദ്യം കൊടിയേറും. കാത്തിരിപ്പാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള കാത്തിരിപ്പിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പൂജിച്ച കൊടിക്കൂറ ക്ഷേത്രത്തിനകത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്നു. ഓരോ വർഷവും പുതിയതായി തയ്ച്ച ആ കൊടിക്കൂറയാണ് കാണുന്നത്. തെച്ചിയും തുളസിയും ചേർത്ത മാല ചേർത്ത് വെച്ച ആ കൊടിക്കൂറ ക്ഷേത്രത്തിനകത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്നു. പ്രാർത്ഥനയോടെ പൂജ കഴിഞ്ഞ ആ കൊടിക്കൂറ അവിടെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ കൊടിമരം കുഴിച്ചിടാനുള്ള കുഴി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ആലിലയും മാവിലിയും ചേർത്ത് കെട്ടിയ ഇന്നലെ കൊണ്ടുവന്ന അതേ ചെത്തിമിനുക്കിയ കവുങ്ങിൻ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ സമീപത്ത് നിൽക്കുന്നുണ്ട്. ഏറെ വൈകാതെ ഈ കൊടിമരം ആരവത്തോടുകൂടി മുകളിലേക്ക് ഉയർത്തും. ഇതോടുകൂടി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റം പൂർത്തിയാവുകയായി. തിരുവമ്പാടിയിൽ കഴിഞ്ഞാൽ ഉടൻ മേളവും എഴുന്നള്ളത്തും പതിവില്ല. ഇതേ സമയം തന്നെ പാറമേക്കാവിലും ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു എഴുന്നള്ളത്തുണ്ട്. അതിൽ ഗംഭീര പാണ്ഡ്യമേളമായിരിക്കും. ആ പാണ്ഡ്യമേളം നമുക്ക് കാണേണ്ടതുണ്ട്. അത് ഇന്നത്തെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായ ദൃശ്യമായിരിക്കും. അത് തിരുവമ്പാടിയിൽ എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് ശേഷമാണ്. തിരുവമ്പാടിയിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. തിരുവമ്പാടിയിൽ നിന്ന് അഭിജിത്തുണ്ട്. അധികം വൈകാതെ ഈ വിശദാംശങ്ങൾ അവിടെ നിന്ന് തത്സമയം നമുക്ക് നേരിട്ട് തന്നെ പങ്കുവയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈജു, വീണ്ടും ഒരു പൂരം കൂടി എത്തിയിരിക്കുന്നു. എല്ലാവരും ആരവത്തോടെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഈ പൂരം 20-ന് കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ 7-ാം നാളിൽ പൂരം. ഇതാ വിരലിലെണ്ണാവുന്ന സമയം മിനിറ്റുകൾ പോലെ അങ്ങ് പോകും, അമിട്ട് പോകുന്നത് പോലെ. പിന്നീട് അങ്ങോട്ട് പൂരമായി അല്ലേ വൈജു? ഇനി അങ്ങോട്ട് ആരവം. തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ആവേശത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ മുഹൂർത്തമാണ്. പണ്ട് നമുക്കറിയാം ഇതൊക്കെ ക്ഷേത്രം ഭാരവാഹികളും വളരെ കുറച്ച് തട്ടക നിവാസികളും മാത്രം ചേർന്ന് നിന്ന് നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു എങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു പ്രൗഢിയും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ പറയുമ്പോൾ അഹങ്കാരമാവുമെന്നറിയില്ല, എങ്കിലും ഈ TCVയിൽ തത്സമയ സംപ്രേഷണമൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ കൊടിയേറ്റം പോലും ഇത്ര ആവേശത്തോടെ ജനം ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നത്. ഈ തെക്കേനട തുറന്ന് ഗജരാജൻ്റെ പുറത്തേറി നെയ്തലക്കാവിൽ അമ്മ വരുന്ന ആ ഒരു കാഴ്ചയും കണിമംഗലം ശാസ്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന തെക്കേ ഗോപുരനട തുറക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ തന്നെ പൂരത്തിൻ്റെ അതേ പ്രൗഢിയിലേക്കും അതേ പ്രാധാന്യത്തിലേക്കുമൊക്കെ കടന്നു വന്നതിന് പിന്നിൽ TCV പോലുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ വലിയ സംഭാവനയുണ്ട്. വലിയ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമൊക്കെ തന്നെയാണ് ഇത്രയേറെ ഒരു പ്രശസ്തിയിലേക്കും പ്രൗഢിയിലേക്കും ജനകീയതയിലേക്കുമൊക്കെ നമ്മുടെ ഈ ഒരു പൂരച്ചടങ്ങുകൾ എത്തിച്ചേർന്നതെന്ന് പറയേണ്ടി വരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് ദൃശ്യമാധ്യമങ്ങളുടെ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഒരു പൂരക്കൊടിയേറ്റം കൂടിയാണ്. TCVയുടെ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഒരു പൂരക്കൊടിയേറ്റം കൂടിയാണ് എന്നാണ് അല്ലേ മുകേഷ് ലാൽ? ശരിക്കും എനിക്ക് ആ ഒരു ആവേശമാണ് നമുക്ക് തോന്നുന്നത്.
ഇനിയുള്ള നാളുകളിൽ വളരെ ആവേശത്തോടെ ഏറ്റവും മികവാർന്ന രീതിയിൽ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ മേളക്കമ്പങ്ങളും വർണ്ണപ്പൊലിമകളും ഒക്കെ തന്നെ അതിൻ്റെ പകിട്ടും തനിമയും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വലിയ വിശ്രമമില്ലാത്ത അധ്വാനത്തിലേക്ക് നമ്മുടെ പ്രവർത്തകരെല്ലാം കടക്കുന്ന ടീം TCV അംഗങ്ങളെല്ലാം കടക്കുന്ന ഒരു മണിക്കൂറുകൾ കൂടിയാണ്, ഒരു ദിവസങ്ങൾ കൂടിയാണ്. ഒരു വർഷം നീണ്ടുനിന്ന പൂരത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു പരിസമാപ്തി, ആ പൂരം ഒരുക്കത്തിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഒരുങ്ങാനല്ല, ഇനി അങ്ങോട്ട് പൂരമാണ് എന്നുള്ള രീതിയിലേക്കാണ് കാഴ്ചകൾ പോകുന്നത്. നിരവധി തട്ടക നിവാസികൾ ആവേശത്തോടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പൂരത്തിൻ്റെ ഏറ്റവും ആവേശകരമായ ആനന്ദദായകമായ ഒരു സമാരംഭം കുറിക്കുകയാണ്. കൊടിയേറ്റ ചടങ്ങ് നടക്കുകയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഏറ്റവും ആവേശത്തോടെ പ്രാർത്ഥനാ നിർഭരരായി ഏറ്റവും സുന്ദരമായി ഏവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു തടസ്സങ്ങളും വിഘ്നങ്ങളൊന്നുമില്ലാതെ ഏറ്റവും ആവേശകരമായി ആഹ്ലാദകരമായി മണ്ണിനെയും വിണ്ണിനെയും ഒരുപോലെ ആഹ്ലാദത്തിലെത്തിക്കുന്ന രീതിയിൽ പൂരച്ചടങ്ങുകൾ നടക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ഏവരും കാത്തിരിക്കുകയാണ് കൊടിയേറ്റ ചടങ്ങിനായി. അതെ, കാത്തിരിപ്പാണ്. പൂരത്തിൻ്റെ ആ ആവേശം ഇനി അങ്ങോട്ട് തുടങ്ങുകയായി. പൂരം കൊടിയേറിയാൽ പിന്നെ ആവേശമായി. കൊടിയേറ്റത്തിൻ്റെ ആവേശം പിന്നീട് അങ്ങോട്ട് ചമയത്തിനുണ്ട്, ഗോപുരനട തുറക്കലിനുണ്ട്. പിന്നെ അങ്ങോട്ട് 26-ാം തീയതി രാവിലെ ഘടകപൂരങ്ങളുടെ വരവ് മുതൽ പൂരം ഉപചാരം ചൊല്ലിപ്പിരിയുന്നത് വരെ തൃശ്ശൂർ നഗരം ശരിക്കും ഒരു ആവേശക്കടലായി, ആരവക്കടലായി മാറും. ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിനകത്തുള്ള ദൃശ്യമാണ്. പൂജിച്ച കൊടിക്കൂറ പുറത്തു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആലിലയും മാവിലയും ചേർത്ത് കെട്ടിയ കവുങ്ങ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും പുത്തൻ കൊടിക്കൂറുകൾ തയ്യാറാക്കും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയുയർത്തിനൊപ്പം തന്നെ നായ്ക്കനാലിലും നടുവിലാലിലുമുള്ള ആൽമരത്തിൽ കൊടിയുയർത്തും. തിരുവമ്പാടി വിഭാഗത്തിനായി കൊടിമരം തയ്യാറാക്കുന്നത് സുന്ദരനും സുജിത്തുമാണ്. ഏറെക്കാലം രാവുണ്യാശാരിയായിരുന്നു. ദേശത്തെ ആശാരിയായ രാവുണ്യാശാരിയുടെ പരമ്പരക്കാരായ സുന്ദരനും സുജിത്തും ആ പാരമ്പര്യത്തിൽ പിന്തുടർന്നുകൊണ്ട് കൊടിമരമൊരുക്കുന്നു. പാറമേക്കാവിന് വേണ്ടി കൊടിമരം തയ്യാറാക്കുന്നത് പറവട്ടാനി ചെമ്പിൽ നീലകണ്ഠനാശാരിയുടെ പിന്മുറക്കാർ. എത്രയോ കാലം നീലകണ്ഠനാശാരി കൊടിമരം ഒരുക്കി. അതെല്ലാം പ്രേക്ഷകർക്ക് TCVയിലൂടെ കണ്ടിട്ടുള്ളതുമാണ്. അച്ഛൻ്റെ മരണശേഷം, നീലകണ്ഠനാശാരിയുടെ മരണശേഷം മക്കളായ കുട്ടനും കണ്ണനും അവരുടെ മക്കളായ അജിത്തും കൃഷ്ണനുമെല്ലാം ഈ പാരമ്പര്യം നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോവുകയാണ്. കാരണം തൃശ്ശൂർ പൂരത്തിന് കൊടിമരം ഒരുക്കുകയെന്നാൽ അതേറെ അനുഗ്രഹമായാണ് അവർ കണക്കാക്കുന്നത്. പൂരങ്ങളുടെ പൂരത്തിൻ്റെതാണ്, എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഇപ്പോൾ കൊടിമരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കൊടിമരം പൂജയോടെ കുറച്ചു നേരം ഉയർത്തി നിർത്തും. അതിനുശേഷമായിരിക്കും, എന്തായാലും 11:30 കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിലെ മുഹൂർത്തവും അത് തന്നെയാണ് പറഞ്ഞത്. തിരുവമ്പാടിക്ക് ശേഷം പിന്നീട് പാറമേക്കാവിൻ്റെ കഴിഞ്ഞാൽ ഉടൻ എഴുന്നള്ളത്തുണ്ടാകും. അതൊരു നല്ല മേളത്തോടു കൂടിയായിരിക്കും. തിരുവമ്പാടിയുടെ ദേവസ്വം സെക്രട്ടറി, പ്രസിഡന്റ് ഗിരീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അവിടെ സജ്ജരായി നിൽക്കുന്നുണ്ട്. അവർ പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട്. ദേശത്തെ ആശാരി പൂജ നടത്തുകയാണ്. അതിനുശേഷം തേങ്ങ ഉടച്ച് ഫലം പറയും. പിന്നീട് ചടങ്ങുകളൊന്നുമില്ല. കൊടിമരം ഉയർത്തി കഴിഞ്ഞാൽ തിരുവമ്പാടിയിൽ ഉടൻ തന്നെയൊന്നുമില്ല. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളത്ത് മേളത്തോടും ആനയോടും കൂടി ഉച്ചയ്ക്ക് ശേഷമാണ്. അത് നായ്ക്കനാൽ വഴി നടുവിലാൽ വഴി മഠത്തിലെത്തി അവിടെ ആറാട്ട് കഴിഞ്ഞ് മടങ്ങും. ഈ പോകുന്ന വേളയിലാണ് നായ്ക്കനാലിലും നടുവിലാലിലുമുള്ള ആൽമരത്തിൽ കൊടി ഉയർത്തുക. ഒപ്പം തന്നെ ഒരു ചെറിയ വെടിക്കെട്ട്, 101 എണ്ണം അങ്ങനെ ഒരു കണക്കുണ്ട്. നായ്ക്കനാലിലെത്തിയാൽ ആ വെടിക്കെട്ട് ചെറുതായി ഉണ്ടാകും. ദേശക്കാരെല്ലാവരും എത്തിയിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ല. അതിൽ പൂരപ്രേമികളുണ്ട്, ദേശക്കാരുണ്ട്, ഭക്തരുണ്ട്. തങ്ങളുടെ അമ്മയെ, തിരുവമ്പാടി ഭഗവതിയെ വർഷത്തിലൊരിക്കൽ തേക്കിൻകാട് മൈതാനിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ആ പൂരത്തിൻ്റെ തുടക്കമായ നാന്ദി കുറിക്കലാണ്. പാറമേക്കാവ് തിരുവമ്പാടി സഹോദരിമാരുടെ കൂടിക്കാഴ്ചയ്ക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൽ കൊടിമരമൊരുക്കുമ്പോൾ ലിബീഷ് അവിടെ പോയിരുന്നല്ലോ, തിരുവമ്പാടി വിഭാഗത്തിനായി പോയിരുന്നു. ഗിരീഷ് കുമാറിനെ കണ്ടിരുന്നു. വലിയ ആവേശത്തിലാണല്ലേ ഇത്തവണ? ആവേശം എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയോക്തിയൊന്നുമല്ല. അത് നമ്മൾ എത്രയോ കാലങ്ങളായി കണ്ടുവരുന്നതാണ്. നൂറ്റാണ്ടുകളായി ചിട്ടപ്പെടുത്തിയ അതേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ തട്ടകക്കാർ അതേപടി തന്നെ തുടരുകയാണ്. പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ തട്ടക നിവാസികൾക്ക് വിശ്രമമില്ല.
അതിനു മുമ്പും എത്രയോ നാൾ മുമ്പ് തന്നെ അവരുടെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഒരു പൂരക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ, ആ പൂരക്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ അടുത്ത പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ഓരോ തട്ടക നിവാസികളും. തിരുവമ്പാടിയിൽ ഞാൻ പോരുന്നാണ്, അവിടുത്തെ ദേവസ്വം ഭാരവാഹികളുമായി സംസാരിച്ചു. അവിടെ അവരുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊടിമരമുയർത്തുന്ന ആ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ഭക്തിപൂർവ്വം ഒപ്പം ആഘോഷപൂർവ്വം തട്ടക നിവാസികൾ കാത്തിരിക്കുകയാണ്. അവരുടെ പൂരം ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കൊടിമരമുയർത്തുക എന്നുള്ളത്. കൊടിമരമുയർത്തി കഴിഞ്ഞാൽ പിന്നെ പൂരമായി എന്ന് തന്നെ പറയാം. തട്ടകങ്ങൾ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. തിരുവമ്പാടി ക്ഷേത്രം നേരത്തെ തന്നെ വർണ്ണഭംഗിയൊക്കെ ആയി അവർ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതേസമയം തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നമുക്ക് അഭിജിത്ത് നിൽക്കുന്നുണ്ട്. അഭിജിത്ത് അവിടെ നിന്ന് നേരിട്ട് വിശദാംശങ്ങൾ കുറച്ചുകൂടി പങ്കുവയ്ക്കും. അഭിജിത്ത്, എന്തായി ഒരുക്കങ്ങളൊക്കെ? മുകേഷ്, നമുക്കറിയാം കാത്തിരുന്ന പൂരം അഥവാ ഇതിന് കൊടിയേറാൻ അല്പസമയം കൂടെ ഉള്ളൂ. തിരുവമ്പാടി പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറുന്നത്. ഇപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇപ്പോൾ ഭൂമി പൂജയാണ് നടക്കുന്നത്. അതിനുശേഷം ഈ തട്ടകക്കാരും ദേശക്കാരും ഭക്തരും പൂരപ്രേമികളും എല്ലാം കൂടി ആവേശപൂർവ്വം ആർപ്പുവിളികളോടെ ഈ പൂരം കൊടിയേറും. നമുക്കറിയാം, ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ വലിയ ആവേശപൂർവ്വമുള്ള തട്ടകക്കാരെല്ലാം തന്നെ അത്യാവേശത്തിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പൂരപ്രേമികൾ, ആനപ്രേമികൾ, അങ്ങനെ സർവ്വ ദേശത്തു നിന്നും പൂരത്തിൻ്റെ ആവേശത്തിൽ അലിയാൻ വേണ്ടി എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. പൂരം കൊടികേറുകയാണ്. അതിൻ്റെ തത്സമയ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമി പൂജയാണ്. ഭൂമി പൂജ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ക്ഷേത്രത്തിൽ രാവിലെ മേളമുണ്ടായിരുന്നു. മേളത്തിന് ശേഷം ക്ഷേത്ര ചടങ്ങുകൾ നടന്നു. ശിവലി അടക്കമുള്ള ചടങ്ങുകൾ നടന്നു. അതിനുശേഷം മേൽശാന്തി കൊടിമരത്തറയിലെത്തി വിളക്ക് തെളിയിച്ചതോടുകൂടിയാണ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് പാരമ്പര്യ അവകാശികളായ ആ കുടുംബം ഈ കൊടിമരത്തറയിൽ ഭൂമി പൂജ നടത്തി. ഭൂമി പൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം, നമുക്കറിയാം സമയം 11 മുതൽ 11:30 വരെയാണ് തിരുവമ്പാടിയുടെ കൊടിയേറ്റ സമയം. ഇപ്പോൾ ഏതാണ്ട് 11:20 ഒരു 10 മിനിറ്റിന് മാത്രമേ ഈ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയിലെ കൊടിയേറ്റം നടക്കും. കാത്തിരുന്ന പൂരമാണ്. നമുക്കറിയാം, മാലോകരെല്ലാം തന്നെ അത്യാവേശപൂർവ്വം കാത്തിരിക്കുന്നതാണ് തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരമായ പൂരത്തിൽ അലിയാൻ ഓരോ പൂരപ്രേമികളും മനസ്സുകൊണ്ട് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആവേശത്തിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ ചൂടാണ് ഇത്തവണ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 38 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പൂരത്തിന് ആളുകൾ കുറയും എന്നത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ദേവസ്വങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? മുകേഷ്, നമുക്കറിയാം, ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം തിരുവമ്പാടിയിലെ കൊടിയേറ്റത്തിൻ്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ചൂടൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ചൂടിനപ്പുറത്തേക്കുള്ള പൂരച്ചൂടിലാണ് തൃശ്ശൂർ നഗരി. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവമ്പാടിയുടെ കൊടിയേറ്റ ചടങ്ങുകൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. കാരണം അവരുടെ ആവേശം അത്രത്തോളമാണ്. പൂരത്തിൽ അലിയുക, പൂരത്തിൻ്റെ ചൂടിനപ്പുറത്തേക്ക് ഒരു ചൂടും അവരെ ബാധിക്കില്ല. ആ ഒരു തരത്തിലാണ് ഇവിടെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, ഈ പൂരമെന്ന് പറഞ്ഞാൽ പുരുഷാരമെന്നാണ് ഈ പഴമൊഴി പോലും ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പുരുഷാരം മാത്രമൊന്നുമല്ല. കാരണം സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട് അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മേടച്ചൂട് അത് വലിയ രീതിയിലാണ്. കാരണം നമുക്കറിയാം, വലിയ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അധികാരികളും അധികൃതരും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്, നിർജ്ജലീകരണം അടക്കമുള്ളവ തടയാൻ. പക്ഷേ നമുക്കറിയാം, ഈ ഒരു അമ്പലത്തിന് ഉള്ളിൽ, ഈ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഈ പൂരം കൊടിയേറുന്ന തറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് 1-2 പേരല്ല. കാരണം അത്രമേൽ ദേശക്കാരെല്ലാം, കാരണം ഇതൊരു നമുക്കറിയാം പ്രവൃത്തി ദിവസം കൂടിയാണ്. ആ പ്രവൃത്തി ദിവസത്തിൽ പോലും ഇത്രയധികം ആളുകളാണ് ഈ പൂരത്തിൻ്റെ പൂരാവേശത്തിലേക്ക് കൊടിയേറുന്നതിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത്. അത് അവരുടെ ഒരു വികാരമാണ്. ആ ഒരു വികാരത്തിൽ പൂരച്ചൂടിനപ്പുറത്തേക്കൊരു മേടച്ചൂടൊന്നും അവർക്കൊരു വിഷയമേ ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആവേശമാണ് ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ആളുകളും ഈ ഒരു ചടങ്ങിലുണ്ട്. നേതൃത്വം നൽകാൻ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് വലിയ രീതിയിൽ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ചില ഘടകക്ഷേത്രങ്ങൾ കൊടിയേറ്റം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളിൽ, അതായത് പാറമേക്കാവ് തിരുവമ്പാടിയിലാണ് ഇപ്പോൾ കൊടിയേറ്റ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം,
കൊടിയേറ്റത്തിനുള്ള ആരവം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊടിയേറ്റം ആർപ്പുവിളികൾ ദേശക്കാരെല്ലാം തന്നെ കൊടിമരം എത്തിയിരിക്കുന്നു. കൊടിമര ചുവട്ടിലേക്ക് കൊടിമരം എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആർപ്പുവിളികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദേശക്കാരും തട്ടക്കാരും ക്ഷേത്ര ഭാരവാഹികളും എല്ലാവരും കൂടി ദേ കൊടിമരം ഉയർത്തുന്നു. കൊടിമര ചുവടിലേക്ക് എത്തുന്നു. ദേ കൊടിമരം ഉയർത്തുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രം. വലിയ രീതിയിലുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പൂരപ്രേമികളും പൂര ആവേശത്തിലഴിഞ്ഞുകൊണ്ട് ശരി അഭിജിത്ത്, അതെ ആ ആവേശം നമുക്ക് കാണാനാകുന്നുണ്ട്. പ്രേക്ഷകരെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ ആ കൊടിമരം ഉയർത്തിവെക്കുന്ന. എന്നാൽ ഇത് കൊടിയേറ്റുന്ന അതിലേക്ക് ആയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏറെ വർഷങ്ങളായി കൊടിയേറ്റത്തിന് മുമ്പുള്ള ഒരു ചടങ്ങ് ആവേശത്തോടു കൂടി ഇവർ ചാരിവെക്കും. പിന്നീട് ഒരു ചെറിയ പൂജ പതിവുണ്ട്, അതിലേക്ക് ആവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ കൊടിയേറ്റത്തിനായുള്ള കാത്തിരിപ്പിൽ ആദ്യം കൊടിയേറുക തിരുവമ്പാടി തന്നെയാണ്. ക്ഷേത്രത്തിനകത്ത് നിന്ന് പൂജിച്ച് കൊണ്ടുവന്ന ആ കൊടിക്കൂറ ഇപ്പോൾ അവിടെ സജ്ജമാക്കി കൊടിമരത്തിന് മുകളിൽ വെച്ചിരിക്കുന്നു. ഇനി അത് കുഴിയിലേക്ക് ഇറക്കി വെച്ച് ആർപ്പുവിളികൾ ആരവം മുഴക്കും. ഇതോടെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറി എന്ന് പറയാനാകും. കൃത്യമായി പറയാത്തത് ഇതിനു മുമ്പായി ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ചെറിയ പൂജ പതിവുണ്ട്, അതിലേക്കാണോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്തായാലും ആ കൊടിയേറ്റം പൂർത്തിയാകും. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റം പൂർത്തിയാകുന്നതോട് പിന്നെ കാത്തിരിപ്പാണ്. പിന്നീട് പാറമേക്കാവിൻ്റെ മാത്രമായിരിക്കും ഇനിയുള്ള ആ കൊടിയേറ്റത്തിനായുള്ള കാത്തിരിപ്പ്. അതെ, കതിരവെടികൾ മുഴങ്ങുകയാണ്, ആചാരവെടികൾ മുഴങ്ങുകയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറി എന്നറിയിച്ചുകൊണ്ട് ആചാരവെടികൾ മുഴങ്ങുന്നു. പ്രത്യേകം സജ്ജമാക്കിയ ആ കവുങ്ങിൽ, ആലിലയും മാവിലിയും ചേർത്ത് കെട്ടിയ കവുങ്ങിൽ ആരവത്തോടെ ആവേശത്തോടു കൂടി ദേശക്കാർ ആ കൊടി മുകളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. സപ്തവർണ്ണ കൊടി, പ്രത്യേകം സജ്ജമാക്കിയ പുത്തൻ സപ്തവർണ്ണ കൊടി വാനിലുയർന്നിരിക്കുന്നു. തിരുവമ്പാടി വിഭാഗത്തിന് കൊടിയേറി. തിരുവമ്പാടി ക്ഷേത്രത്തിൽ തിരുവമ്പാടിയുടെ പൂരത്തിന് കൊടിയേറിയിരിക്കുന്നു. രാവിലെ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലും അയ്യന്തോൾ ദേവി ക്ഷേത്രത്തിലും കൊടിയേറ്റമുണ്ടായിരുന്നു. ഇനി പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിനായുള്ള കാത്തിരിപ്പാണ്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറി കഴിഞ്ഞാൽ മേളമുണ്ട്, അതൊരു ഗംഭീര മേളമായിരിക്കും. തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിനോട് കിടപിടിക്കാവുന്ന ആ മേളം, അഞ്ചാനകളുടെ അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളിപ്പ് നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ കാത്തിരിപ്പാണ്, പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ചമയ പ്രദർശനം, തെക്കേ ഗോപുര നട തുറക്കൽ, സാമ്പിൾ വെടിക്കെട്ട്, പിന്നെ അങ്ങോട്ട് ഓരോ ചടങ്ങുകൾ, ഘടകപൂരങ്ങളുടെ വരവ്, മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, പാറമേക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത്, അങ്ങനെ തെക്കോട്ടിറക്കം, കുടമാറ്റം, വെടിക്കെട്ട് എല്ലാം നമുക്കായി കാത്തിരിക്കുകയാണ്. ആ പൂരത്തിൻ്റെ ആവേശം നമുക്കായിരിക്കുമ്പോൾ ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലുള്ള ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. തിരുവമ്പാടിയിൽ കൊടിയേറ്റത്തിനായുള്ള എല്ലാം സജ്ജമാക്കിയിരിക്കുന്നു. ഇനി ഇറക്കി വെച്ചിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആ പ്രത്യേകം സജ്ജമാക്കിയ ആ കൊടിമരം അതിലേക്ക് ഇറക്കി വെച്ച് ആർപ്പുവിളികളും ആരവങ്ങളും മുഴക്കി കഴിയുമ്പോൾ തിരുവമ്പാടിയുടെ കൊടിയേറ്റം പൂർത്തിയാവുകയാണ്. തിരുവമ്പാടി എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അത് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഷൊർണൂർ റോഡിലൂടെ നായ്ക്കിനാലിലെത്തി, നായ്ക്കിനാൽ ആലിൽ കൊടികെട്ടി, നടുവിലാലിലെത്തി, അവിടെയും കൊടികെട്ടി, ആചാരവെടികൾ മുഴക്കി മഠത്തിലെത്തി, ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു മടങ്ങും. അതോടെ തിരുവമ്പാടിയുടെ ഇന്നത്തെ പൂരച്ചടങ്ങുകൾ പൂർത്തിയാകും. ഇപ്പോൾ പാറമേക്കാവിലേക്ക് പോകാം. അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. പാറമേക്കാവിലും ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ആലിലിയും മാവിലിയും ചേർത്ത് കെട്ടിയ കവുങ്ങുമായി അവിടെയും ദേശക്കാർ സജ്ജരായിരിക്കുന്നുണ്ട്. അവിടെയും ഏറെ വൈകാതെ കൊടിയേറും. കൊടിയേറി കഴിഞ്ഞാൽ ഉടൻ തന്നെ എഴുന്നള്ളത്താണ്. പാറമേക്കാവിലും കൊടിയേറ്റത്തിനായുള്ള കാത്തിരിപ്പ്. പാറമേക്കാവിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. പാറമേക്കാവിലും കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ എഴുന്നള്ളത്താണ്. പ്രത്യേകം ഭംഗിയോടെ ഒരുങ്ങിയിരിക്കുന്നു ക്ഷേത്രം. ഓരോ തവണയും പാറമേക്കാവും തിരുവമ്പാടിയും ഏറെ സജ്ജമായി തന്നെയാണ് പൂരത്തിനെത്തുക. കാരണം ഇത് പൂരങ്ങളുടെ പൂരമാണ്. എല്ലാ പൂരത്തിനും മുകളിൽ നിൽക്കണം. അത് മേളമായാലും കൊടിയേറ്റമായാലും വെടിക്കെട്ടായാലും. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെ പാറമേക്കാവ് ക്ഷേത്രത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പാറമേക്കാവിനെ സ്വർണ്ണ കൊടിമരം കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഏറെ കാലമായിട്ടില്ല പാറമേക്കാവ് ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരമായിട്ട്. അതുകൊണ്ട് തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഇപ്പോൾ സമീപ നാളുകളിൽ ഉത്സവവും പതിവുണ്ട്. സ്വർണ്ണ കൊടിമരമുള്ള ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെയുള്ള ആ ഉത്സവം പാറമേക്കാവിലും പതിവുണ്ട്. ഇപ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി. പാറമേക്കാവ് വിഭാഗം കൊടിയേറ്റാൻ ഒരുങ്ങുകയാണ്. കാത്തിരിപ്പാണ്. അധികം വൈകാതെ പാറമേക്കാവിലും കൊടിയേറും. അത് കഴിഞ്ഞാൽ പിന്നെ പാറമേക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത്.
പാറമേക്കാവ് വിഭാഗം ആരവത്തോടെ ആവേശത്തോടു കൂടി ആ കൊടിമരം ചേർത്ത് പിടിച്ച് ഉയർത്താനുള്ള ശ്രമമാണ്. അധികം വൈകാതെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കൊടിയും വാനിലുയരും. ഇതോടെ പൂരത്തിലെ പ്രധാന പങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടിയും കൊടിയേറ്റം പൂർത്തിയാകും. എല്ലാവരും കണ്ണിലും കാതിലും മനസ്സിലും മാത്രമല്ല മൊബൈലിലും ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. എത്രയോ പൂരങ്ങൾ കണ്ട തൃശ്ശൂർ നഗരം, എത്രയോ പതിറ്റാണ്ടുകളായി ഈ പൂരത്തിൻ്റെ പെരുമ ലോകമെമ്പാടും എത്തിച്ച ആ തൃശ്ശൂർ നഗരം സപ്തവർണ്ണക്കൊടിക്കൊപ്പം സിംഹമുദ്രയുള്ള പതാകയാണ് പാറമേക്കാവിൻ്റേത്. അത് പാറമേക്കാവിൻ്റെ പ്രത്യേകതയാണ്. പാറമേക്കാവിൽ കൊടിയേറി കഴിഞ്ഞാൽ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കൊടിയേർത്തും. ഇതെല്ലാം വർഷങ്ങളായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള രീതികളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ഒരു മാറ്റവും വരാതെ അതേ ചിട്ടയോടെ അതേ കണിശതയോടെ അതുതന്നെയാണ് പാറമേക്കാവിനെയും തിരുവമ്പാടിയുടെയും പൂരത്തിൽ തൃശ്ശൂർ പൂരത്തെ വേറിട്ട് നിർത്തുന്നത്. ആ കണിശത, അതുകൊണ്ട് തന്നെ അതിലൊരു ചന്തമുണ്ട്. ഓരോന്നിനും ഓരോ ചന്തമുണ്ട്. അത് ഘടകപൂരങ്ങളുടെ പരമായാലും ആ പൂരത്തിനുള്ള മേളമായാലും ആ ഘടകപൂരങ്ങൾക്കുള്ള ആനകളുടെ എണ്ണമായാലും 14 ആനകൾ വരെ വരാം. ചൂരക്കോട്ടുകാവിന് ഒരു 14 ആനകൾ വരാം. പക്ഷേ 15 ആവില്ല. 15 പാറമേക്കാവിനും തിരുവമ്പാടിക്ക് മാത്രമാണ്. അത് അവരുടെ അവകാശമാണ്. അതും കേരളത്തിലെ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ. പാറമേക്കാവ് ക്ഷേത്രത്തിനായി തിടമ്പേറ്റാൻ തൃക്കടവൂർ ശിവരാജു വരുന്നു എന്നറിഞ്ഞപ്പോൾ ആനപ്രേമികളുടെ ഒഴുക്കും ആരംഭിച്ചു തൃശ്ശൂർ നഗരത്തിലേക്ക്. പൂരത്തലേന്ന് തൃക്കടവൂർ ശിവരാജു വരും. അവിടെയും ഒരു ചെറിയ പൂരമുണ്ടാകും. അങ്ങനെ എല്ലാം പൂരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊടിയേറ്റം മുതൽ തുടങ്ങുന്ന പൂരം കൊമ്പും കുഴലും വിളിയുമായി പാറമേക്കാവിൽ അമ്മയുടെ അത്യാഡംബര പൂവം പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. മേളത്തോടുകൂടി പാണികൊട്ടി പിന്നീട് ചെമ്പടയിലേക്ക് മാറി. ചെമ്പട പാണ്ഡിയായി. ആ പാണ്ഡി ആവേശം തീർത്ത് ആ പാണ്ഡി ആരവമായി. പാണ്ഡി ഒരു അലകടലായി, ശരിക്കും കടലായി മാറി. ആ കടലിൽ അലിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പൂരപ്രേമികൾ, അതെ നമ്മളും കാത്തു നിൽക്കുകയാണ് പാറമേക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്തിനായി. അതൊരു ഗംഭീര എഴുന്നള്ളത്താണ്. പാറമേക്കാവിടെ അമ്മയിൽ തിടമ്പേറ്റാൻ കാശിനാഥനാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട്. കാശിനാഥനൊപ്പം ഇടവും വലവും 2 ആനകൾ വീതം, മൊത്തം 5 ആനകളുമായുള്ള എഴുന്നള്ളത്ത്. ഗംഭീരമായ ഒരു പാണ്ഡിമേളം, ഇലഞ്ഞിത്ര മേളത്തോട് കിടപിടിക്കാവുന്ന പാണ്ഡിമേളം പാറമേക്കാവിന് മുന്നിൽ നിന്നും നമുക്ക് കാണാനാകും. അതെ, തിരുവമ്പാടിയിൽ കൊടിയേറിയിരിക്കുന്നു. ഇനി പാറമേക്കാവിലെ കാത്തിരിപ്പാണ്. 2 ഇടത്തും കൊടിയേറി കഴിഞ്ഞാൽ പൂരത്തിന്റെ ആവേശമായി ആരവമായി അതെ പാണികൊട്ടി പുറത്തേക്ക്. പാറമേക്കാവിലമ്മ പാണികൊട്ടി പുറത്തേക്ക്. കൊമ്പും കുഴലും അകമ്പടി. കാശിനാഥൻ കൊമ്പൻ കാത്തു നിൽക്കുന്നു. എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ പൂരത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ എന്ന പോലെ തന്നെ ഈ കൊടിയേറ്റത്തിന്റെ ദൃശ്യവും പ്രേക്ഷകർക്കായി ഞങ്ങൾ ഓരോന്നും ഒന്നും ഇടപെടാതെ കാത്തു നൽകുകയാണ്. ഇനി ഈ പൂരത്തിന്റെ പാറമേക്കാവിന്റെ ഗോപുരത്തിന് ദൃശ്യമാണ് കാണുന്നത്. ആ പാറമേക്കാവിന്റെ ഗോപുരത്തിന് മുന്നിലാണ് 5 ആനകളുമായി വരിക. ഇതിനു മുമ്പിലാണ് അതിഗംഭീരമായ പാണ്ഡിമേളം ഉണ്ടാവുക. അതെ, നമ്മൾ കാത്തിരിക്കുകയാണ് ആ പാണ്ഡിമേളത്തിനായി. തൃശ്ശൂർ പൂരത്തിലെ മേളങ്ങളിൽ ഒന്നും മാറ്റി നിർത്താനില്ല. മടത്തിൽ വരവായാലും ഇലഞ്ഞിത്ര മേളമായാലും പഞ്ചവാദ്യമായാലും തിരുവമ്പാടിയുടെ പാണ്ഡിമേളമായാലും ഘടകപൂരത്തിന്റെ മേളങ്ങളായാലും ഒപ്പം തന്നെ ഈ മേളങ്ങൾക്കെല്ലാം നാന്ദി കുറിക്കുന്നത് ഈ മേളത്തോടു കൂടിയാണ്. എവിടെ? ഇലഞ്ഞിത്ര മേളത്തിനോട് കിടപിടിക്കാവുന്ന പാറമേക്കാവ് വിഭാഗത്തിന്റെ കൊടിയേറ്റം കഴിഞ്ഞാലുള്ള ആ മേളത്തിനായുള്ള കാത്തിരിപ്പാണ്. നമ്മൾ അങ്ങോട്ട് ഇനി പൂരത്തിന്റെ ആരവത്തിലേക്ക് അലിയാൻ പോവുകയാണ്. പാണി ആസ്വദിക്കാം, മേളം ആസ്വദിക്കാം. ബൈജു, ആരവം അങ്ങോട്ട് മുഴങ്ങുകയാണോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആ കൊടിക്കൂറകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ശരിക്കും സപ്തവർണ്ണത്തിലുള്ള ആ കൊടിക്കൂറ, ഒരു മഴവില്ലിലുള്ള എല്ലാ വർണ്ണങ്ങളും ചേർത്ത് വെച്ച് ഒരു പൂരപ്പറമ്പിൽ പൂര ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ നിറങ്ങളും ആ സ്വർണ്ണത്തിളക്കവും ഒക്കെ അതുപോലെ ചേർത്ത് വെച്ച് ഒരു പൂരക്കാഴ്ചയുടെ ഏറ്റവും ചെറിയ ഒരു കണിക പോലെ ആകാശത്തിൽ ഉയർന്നു പാറുകയാണ് പൂരക്കൊടികൾ, പൂരപ്പതാകകൾ. തിരുവമ്പാടിയുടെയും അതുപോലെ തന്നെ ഇനി പാറമേക്കാവിൻ്റെ കൊടിയേറ്റ ചടങ്ങ് കൂടി പൂർത്തിയാകുന്നതോടെ ലോകം മുഴുവനുമുള്ള പൂരപ്രേമികളുടെ മനസ്സിൽ അലയടിച്ചുയരുന്ന പൂരാവേശത്തിൻ്റെ ഒരു അടയാളമായി ഏറ്റവും മനോഹരമായ ഈ പൂരപതാകകൾ ഉയർന്നു പാറുക തന്നെ ചെയ്യും. വലിയ പ്രതീക്ഷയോടെ ലോകം മുഴുവനുമുള്ള പൂരാസ്വാദകർ കാത്തിരിക്കുകയാണ്. ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള മണിക്കൂറുകൾ തൃശ്ശൂരിൻ്റെ മണ്ണിലും വിണ്ണിലും ധന്യമാക്കിക്കൊണ്ട് നിറയുന്ന കാഴ്ചകളുടെ, മതിവരാ കാഴ്ചകളുടെ ആസ്വാദനത്തിനായിട്ട് ലോകം മുഴുവനുമുള്ള പൂരപ്രേമികൾ കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനി. നിറയെ കാഴ്ചകൾ കൊണ്ട് തൃശ്ശൂർ ഹൃദയപൂർവ്വം ഓരോരുത്തരെയും, ഓരോ പൂരപ്രേമികളെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് സ്വീകരിച്ചാനയിക്കുകയാണ്. ഈ കടുത്ത ചൂടിലും ഈ പൂരച്ചൂടിനെ നെഞ്ചിൽ ആവാഹിച്ചുകൊണ്ട്, നെഞ്ചിൽ ആശ്ലേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ പൂരപ്രേമികളും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിലേതിനേക്കാൾ ശക്തമായ രീതിയിൽ, വലിയ രീതിയിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന ഒരു ചടങ്ങ് കൂടിയായി മാറിയിരിക്കുകയാണ് പൂരക്കൊടിയേറ്റ ചടങ്ങ്. തട്ടക നിവാസികൾ മാത്രം വന്നിരുന്ന ആ ഒരു ചടങ്ങിലേക്ക് തന്ത്രികളും അതുപോലെ തന്നെ
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത വ്യക്തികൾ മാത്രം, ക്ഷേത്രം ഭാരവാഹികളും മാത്രമൊക്കെ ചേർന്ന് നടത്തിയിരുന്ന ആ ഒരു ചടങ്ങ് ഇന്ന് ഒരു പൂരത്തിൻ്റെ തന്നെ പ്രൗഢിയോടെ നടക്കുന്നൊരു രീതിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അത്രയേറെ ജനം ഈ തൃശ്ശൂർ പൂരത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം കൂടിയാണ്. ആ ഒരു ആവേശത്തിൻ്റെ ആഴവും പരപ്പും എത്രത്തോളമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് പൂരക്കൊടിയേറ്റ ചടങ്ങ് നടക്കുന്ന ദിനം. തിരുവമ്പാടിയിൽ കൊടിയേറിയിരിക്കുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ആ കൊടിയേറ്റത്തോടെ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ മറ്റ് ചടങ്ങുകളൊന്നുമില്ല. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് ശേഷമാണ്. അത് ഷൊർണൂർ റോഡിലൂടെ നായിക്കിനാൽ നടുവിനാൽ വഴി മഠത്തിലെത്തി അവിടെ ആറാട്ട് കഴിഞ്ഞ് മടങ്ങും. തിരുവമ്പാടി ക്ഷേത്രത്തിലുള്ള ദൃശ്യങ്ങൾ ഒന്ന് നമുക്ക് കണ്ട് തിരിച്ചു വരാം. പിന്നീട് ആ ക്യാമറ കണ്ണുകൾ നമ്മൾ പാറമേക്കാവിലമ്മ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്നു. പാറമേക്കാവിൻ്റെ സ്വന്തം കൊമ്പൻ്റെ പുറത്തേറിക്കൊണ്ട് പാറമേക്കാവിലമ്മ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് 4 കൊമ്പന്മാർ കാത്തു നിൽക്കുന്നുണ്ട്. ഈ കൊമ്പൻ കൂടി ചേർന്നാൽ 5 കൊമ്പന്മാരായുള്ള എഴുന്നള്ളത്താണ്. അതിനു മുമ്പായി മേളമുണ്ടായിരിക്കും. അതിഗംഭീരമായ ആ മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി പാറമേക്കാവിലമ്മ എഴുന്നള്ളും. തൃശ്ശൂർ പൂരത്തിലെ ഇലിഞ്ഞിത്തറ മേളത്തോട് കിടപിടിക്കാവുന്ന ഇലിഞ്ഞിത്തറ മേളം പാറമേക്കാവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത്, ആനപ്പള്ള മതിൽക്കെട്ടിനകത്തുള്ള മേളമാണ്. ആ മേളത്തിന് മുമ്പായി പാറമേക്കാവിലമ്മ എഴുന്നള്ളുന്നതും പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. ഇപ്പോൾ പാണികുട്ടി ക്ഷേത്രത്തിന് അകത്തു നിന്നും പാറമേക്കാവിലമ്മയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ഇവിടെ എല്ലാവരും വരിയായി നിൽക്കുകയാണ്. ഈ കൊമ്പൻ കൂടി ചേർന്നാൽ 5 ആനകളായി. 5 ആനകൾ, 4 ആനകൾ ചുവന്ന പട്ടുകുടയും പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ കൊമ്പനെ പച്ച പട്ടുകുടയുമായാണ് എഴുന്നള്ളത്ത്. അതെ, പാറമേക്കാവിലമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ക്ഷേത്രത്തിനകത്തു നിന്നുള്ള ക്യാമറ കണ്ണുകളിലൂടെ TCV പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തെത്തി കഴിഞ്ഞാൽ 5 ആനകൾ നിരന്നു നിൽക്കുന്ന ആ ദൃശ്യവും മേളക്കാരുടെയും അതുപോലെ തന്നെ മേളച്ചന്തവും പ്രേക്ഷകരിലേക്ക് TCV എത്തിക്കും. അരമണിക്കൂറിലധികം മേളമുണ്ടായിരിക്കും. ഏകദേശം ഒരു 45 മിനിറ്റോളം ആ പാണ്ഡിമേളത്തിൻ്റെ ചന്തം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള കാത്തിരിപ്പാണ്. പാറമേക്കാവിലമ്മ അതാ പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. പാറമേക്കാവിൻ്റെ സ്വന്തം കൊമ്പൻ്റെ പുറത്തേറിക്കൊണ്ട് പാറമേക്കാവിലമ്മ എഴുന്നള്ളുമ്പോൾ അതെ, ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് 4 കൊമ്പന്മാരോട് ചേരാനായി പാറമേക്കാവിലമ്മ എഴുന്നള്ളി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പാണി ചെമ്പടയിലേക്ക് മാറി ചെമ്പട പാണ്ടിയായി, പാണ്ടിയുടെ പെരുമഴയായി നിറയുമ്പോൾ അത് ആസ്വദിക്കാനായി കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. ഒപ്പം തന്നെ പ്രേക്ഷകർ, TCVയുടെ സ്വന്തം പ്രേക്ഷകർ ചാനലിലൂടെ ഈ ദൃശ്യങ്ങൾ, ഈ മേളം ആസ്വദിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പാറമേക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത്, പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്ത്, മേളക്കാരെല്ലാം നിരന്നിരിക്കുന്നു. പാറമേക്കാവിലമ്മ മറ്റ് 4 കൊമ്പന്മാരോടുകൂടി നിൽക്കുമ്പോൾ പാറമേക്കാവിലമ്മയുടെ കൊമ്പന്റെ പുറത്ത് ഇപ്പോൾ പച്ച പട്ടുകുട വീരും. ആ പച്ചപ്പട്ടുകുട കീഴിൽ പ്രൗഢഗംഭീരമായി സർവാഭരണ വിഭൂഷിതയായി പാറമേക്കാവിന്റെ സ്വന്തം കോലവുമായി പാറമേക്കാവിലമ്മയുടെ തിടമ്പുമായി ആ കൊമ്പൻ നിരന്നു നിൽക്കുന്നു. പാറമേക്കാവിലെ 5 കൊമ്പന്മാർ നിരന്നു നിൽക്കുമ്പോൾ മേളം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് പോവുകയാണ്. നമുക്ക് ആസ്വദിക്കാം. പാറമേക്കാവിന്റെ പാണ്ഡിമേളം പൂരത്തിന്റെ കൊടിയേറ്റം പോലെ ആവേശമായി, ആരവമായി, പൂരത്തിന്റെ എല്ലാ മേളത്തിന്റെ തുടക്കമെന്ന പോലെ ആലവട്ട ചാമരങ്ങൾ വീശിക്കൊണ്ടുള്ള ആ മേളത്തിന്റെ ഏറ്റവും ചന്തമാർന്ന ദൃശ്യങ്ങൾ പാറമേക്കാവിന്റെ സ്വന്തം കിഴക്കൂട്ട് അനിയന്മാരാരെന്ന മേളപ്രമാണി ആകാരം കൊണ്ടല്ല, തൻ്റെ പ്രഭാവം കൊണ്ട്, തൻ്റെ പ്രകടനം കൊണ്ട് ആ മേള മഴ നനയിക്കുന്ന, ആവേശത്തിലാഴ്ത്തുന്ന ഓരോ പൂരപ്രേമിയെയും ആവേശത്തിന്റെ അരകടലിലാക്കുന്ന ആ കിഴക്കൂട്ട് അനിയന്മാരുടെ മേളപ്രമാണിത്വത്തിലുള്ള മേളം ആരംഭിക്കുകയായി. പാറമേക്കാവിലമ്മയും പച്ചപ്പട്ടുകുടക്കയിലായിരിക്കുന്നു. 5 ആനകൾ പട്ടുകുടക്കയിൽ, ആലവട്ട ചാമരങ്ങൾ ആകാശത്തേക്ക് വീരും. നമ്മൾ പോവുകയാണ് കിഴക്കൂട്ട് അനിയന്മാരെന്ന മേളപ്രമാണിയുടെ കീഴിലുള്ള പാറമേക്കാവിന്റെ അതിഗംഭീരമായ പാണ്ഡിമേള തുടക്കത്തിലേക്ക്.
മേളപ്രമാണം കിഴക്കൂട്ട് അനിയന്മാരാർ.
പാറമേക്കാവ് ഭഗവതി അഞ്ചാനകളുടെ അകമ്പടിയോടുകൂടി പാറമേക്കാവ് ക്ഷേത്ര ഗോപുരത്തിന് മുന്നിൽ പാണ്ഡിമേളം കൊട്ടിക്കലാശിച്ചതിന് ശേഷം വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് നീങ്ങുകയാണ്. ആചാരമായ മേളം അകമ്പടി അഞ്ചാനകളുടെ അകമ്പടിയോടുകൂടി വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെത്തി ക്ഷേത്രം കൊക്കർണിയിൽ ആറാട്ട് നടക്കും. ഈ സമയം വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പോകുന്നതിന് മുമ്പായി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെ പാലക്കൊമ്പിൽ കൊടിക്കൂറ കെട്ടും. മണികണ്ഠനാലിലും കൊടിക്കൂറ കെട്ടും. ഇത് പാറമേക്കാവിൻ്റെ അവകാശമാണ്. തിരുവമ്പാടി വിഭാഗത്തിന് നായ്ക്കനാലിലും നടുവിലാലിലും കൊടിക്കൂറ കെട്ടാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി അഞ്ചാനകളുടെ അകമ്പടിയോടുകൂടി പാറമേക്കാവ് കാശിനാഥൻ്റെ ശിരസിലേറിക്കൊണ്ട് വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരത്തിനരികിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അഞ്ചാനകളുടെ അകമ്പടി പൂരം എക്സിബിഷൻ സെൻറ്ററിൻ്റെ മുന്നിലൂടെ സ്വരാജ് റൗണ്ട് മുറിച്ച് കടന്ന് എക്സിബിഷൻ സെൻറ്ററിൻ്റെ മുന്നിലൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തേക്ക് കയറും. ഇതോടെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ചടങ്ങുകൾക്ക് ഇന്നത്തെ സമാപനമാണ്. പിന്നീട് ആറാട്ടാണ്. അത് കഴിഞ്ഞാൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് ശേഷമാണ്. തിരുവമ്പാടി ഭഗവതി തിരുവമ്പാടിയുടെ സ്വന്തം ചന്ദ്രശേഖരൻ്റെ പുറത്തേറിക്കൊണ്ട് മേളത്തിൻ്റെ അകമ്പടിയോടെ ഷൊർണൂർ റോഡിലൂടെ ബ്രഹ്മസമ്മടത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളും. ഈ വേളയിൽ നായ്ക്കനാലിലും നടുവിലാലിലും ആൽമരത്തിന്മേൽ തിരുവമ്പാടിയുടെ കൊടിക്കൂറ പാറും. നായ്ക്കനാലിലെ ആൽമരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഏറെ പഴക്കമുള്ള ആൽമരം മുറിച്ചു നീക്കി കഴിഞ്ഞ ദിവസമാണ് ചെറിയ ആൽമരത്തൈ വെച്ചത്. ഈ ആൽമരത്തൈയിലും തിരുവമ്പാടിയുടെ കൊടികെട്ടും. തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂല സ്ഥാനത്തെത്തിയാൽ 101 കതിനവെടികൾ മുഴങ്ങും. ആചാരപരമായ കതിനവെടികൾ മുഴങ്ങിയതിന് ശേഷമാണ് തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിലേക്കുള്ള ആറാട്ടിനായുള്ള എഴുന്നള്ളത്ത്. പാറമേക്കാവിലമ്മ പാറമേക്കാവിൻ്റെ സ്വന്തം കാശിനാഥൻ്റെ പുറത്തേറി മറ്റ് 4 ആനകളുടെ അകമ്പടിയോടുകൂടി സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വരാജ് റൗണ്ടിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലേക്കും അവിടെ നിന്ന് കിഴക്കേ ഗോപുരത്തിലൂടെ വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്കും പ്രവേശിക്കും. അവിടെയാണ് ആറാട്ട് നടക്കുക. ഇതോടെ തൃശ്ശൂർ നഗരം പൂരാവേശത്തിലായി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിൻ്റെ ഓരോ ഇടവഴികളിലും ഇനി ആനച്ചങ്ങലക്കിലുക്കവും ചെണ്ടമേളവുമാണ്. അടുത്ത ദിവസങ്ങളിൽ പറയെടുപ്പ് നടക്കും. ഇതുപോലെ തന്നെ ഘടകക്ഷേത്രങ്ങളിലും രാവിലെ ലാലൂർ, അയ്യന്തോൾ, കാർത്തിയായനി ക്ഷേത്രങ്ങളിൽ കൊടിയേറി മറ്റ് 6 ഘടകക്ഷേത്രങ്ങളിൽ പനമുക്കുംപള്ളി, കണിമംഗലം, ശാസ്ത ഉൾപ്പെടെയുള്ള മറ്റ് 6 ഘടകക്ഷേത്രങ്ങളിൽ വൈകിട്ട് കൊടിയേറും. ഇതോടെ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടക്കും. ഇപ്പോൾ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം പൂർത്തിയായിരിക്കുന്നു. ഈ കൊടിയേറ്റത്തിൻ്റെ ദൃശ്യം പോലെ തന്നെ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് TCV തത്സമയം എത്തിക്കും. ഇനി വരാനുള്ളത് ചമയ പ്രദർശനമാണ്, സാമ്പിൾ വെടിക്കെട്ടാണ്, തെക്കേ ഗോപുരനട തുറക്കൽ, നെയ്തലക്കാവിലമ്മയുടെ തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങാണ്. അതിനുശേഷം അന്ന് വൈകിട്ടും ചമയ പ്രദർശനം. പൂരത്തിൻ്റെ അന്ന് 26-ന് രാവിലെ ഘടക പൂരങ്ങളുടെ വരവ് മുതൽ പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും തത്സമയ സംപ്രേഷണമാണ്. മഠത്തിൽ വരവായാലും ഘടകപൂരങ്ങളുടെ വരവായാലും ഇലഞ്ഞിത്ര മേളമായാലും തെക്കോട്ടിറക്കവും കുടമാറ്റവും വെടിക്കെട്ടുമെല്ലാം പൂർണ്ണമായും ഇടവേളകളില്ലാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് TCV തത്സമയം എത്തിക്കും. ഇന്ന് തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളിലെ കൊടിയേറ്റ ദൃശ്യങ്ങൾ പൂർണ്ണമായും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പൂരം മുഴുവനായും TCVയിലൂടെ പ്രേക്ഷകർക്ക് സ്വീകരണ മുറിയിൽ നിന്ന് തന്നെ കാണാം. ആ ഉറപ്പ് ഞങ്ങൾ നൽകുന്നു. ഈ കൊടിയേറ്റ ദൃശ്യങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. പാറമേക്കാവിലെയും തിരുവമ്പാടിയിലെയും കൊടിയേറിയിരിക്കുന്നു. ഇനി പാറമേക്കാവിലെ അമ്മയുടെ ആറാട്ടാണ്. തിരുവമ്പാടിയിലെയും പാറമേക്കാവിൻ്റെയും ആറാട്ട് ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് വാർത്തയിൽ വിശദമായി കാണാനാകും. കൊടിയേറ്റത്തിൻ്റെ പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ കൊടിയേറ്റത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾക്ക് ഇവിടെ സമാപനമാവുന്നു. തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്.
3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ, കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. അമ്മയുടെ സ്നേഹത്തിൽ വളർന്ന സ്വപ്നം ഇന്നവളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈമാറുന്നു. ഓരോ ബന്ധത്തിനും ഓരോ പൊന്നിൻ ഓർമ്മകൾ. TPR Golden Diamonds, Three Prayar and Thrissur. In life, there's always a choice. To follow the path everyone takes, or to make a bold move. When you hold a bold machine, every move becomes fearless. Honda Elevated Venture Edition. It's a bold move. ആരംഭിച്ച സാമ്പത്തിക മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് RBIയുടെ കീഴിലുള്ള NBFC. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ്. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിലും ബിസിനസ് സ്വപ്നങ്ങളിലും നിങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. കൂടാതെ കുറഞ്ഞ പലിശയോടെ കൂടുതൽ മൂല്യത്തിൽ ഗോൾഡ് ലോണിനും ഇനി ഒറ്റ ഉത്തരം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് ബെസ്ഫോർഡ് റോഡ്, പൂങ്കുന്നം, തൃശൂർ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഫ്യൂച്ചർ വെൽത്ത്, യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella.
തൃശൂർ പൂരം കൊടിയേറ്റം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ.